കേരളത്തിൽ കൂടുതലിടങ്ങളിലേക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാനും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിക്കുവാനുമുള്ള തന്ത്രങ്ങൾ BJP ആസൂത്രണം ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് CPM-ന്റെ കോട്ടകളിൽ കടന്നു കയറുക, പ്രത്യേകിച്ച് CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ കടന്നു കയറി അവിടെ അസംതൃപ്തരായ CPM അനുഭാവികളെയും പ്രവർത്തകരെയും BJP-യിലേക്ക് എത്തിക്കാവുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നേതാക്കന്മാർ പണി തുടങ്ങിയിരിക്കുന്നു. കണ്ണൂരിലാണ് ആദ്യമായി അത്തരമൊരു പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. കണ്ണൂരിലെ CPM-ന്റെ ഉറച്ച കോട്ടകളായ കയ്യൂർ, കരിവെള്ളൂർ, തില്ലങ്കേരി, പാറപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിൽ PK കൃഷ്ണദാസാണ് സന്ദർശനം നടത്തിയത്. അവിടെ അസംതൃപ്തരായ ഈ CPM-ന്റെ അനുഭാവികളെ ഈ പ്രാദേശികമായിട്ടുള്ള ചെറിയ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഒക്കെ കണ്ടു. അവരോട് BJP ആവശ്യപ്പെട്ടിരിക്കുന്നത് പരസ്യമായിട്ട് വരാൻ മടിയാണെങ്കിൽ രഹസ്യമായി പ്രവർത്തിച്ചോളൂ. BJPക്ക് ഇങ്ങനെ കടന്നു ചെല്ലാൻ ഒരു അവസരമൊരുക്കിയത് മുൻകാലങ്ങളിലൊക്കെ ഈ CPM-ന്റെ ഉറച്ച കോട്ടകളിലെ ബൂത്തുകളിൽ BJPക്ക് വിരലെണ്ണാവുന്ന വോട്ടുകൾ പോലും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഏരിയകളിലുള്ള ബൂത്തുകളിൽ 100-ലധികം വോട്ടുകൾ ലഭിച്ച ബൂത്തുകൾ കേന്ദ്രീകരിച്ചാണ് BJP നേതാക്കൾ ഇപ്പോൾ എത്തുന്നത്. അതിനവരെ സഹായിച്ചു എന്ന് കരുതപ്പെടുന്ന പ്രവർത്തകരെയും അനുഭാവികളെയുമായിട്ടാണ് കാണുന്നത്. അവരെ പോയി കണ്ട BJPയോടൊപ്പം നിൽക്കാൻ, അതായത് പരസ്യമായി നിങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എങ്കിൽ രഹസ്യമായിട്ടെങ്കിലും പാർട്ടിക്കൊപ്പം നിൽക്കാൻ, കാരണം രഹസ്യമായിട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ് BJPക്ക് പല ബൂത്തുകളിലും 100-ലധികം വോട്ടുകൾ ലഭിക്കാൻ കഴിഞ്ഞതെന്ന് BJP വിലയിരുത്തുകയും ചെയ്യുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJPക്ക് സംസ്ഥാനത്ത് 11 നിയമസഭാ മണ്ഡലങ്ങൾ ഒന്നാമതെത്താനും 18 ഇടങ്ങളിൽ രണ്ടാമതെത്താനും കഴിഞ്ഞു. ഇത് ഒരു നേട്ടമായി വരുംകാല തെരഞ്ഞെടുപ്പിൽ മാറ്റുക എന്നുള്ളതാണ് BJPയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.